ലോകകപ്പിൽ യുഎസിനെ 7 വിക്കറ്റിന് കീഴടക്കി തുടർച്ചയായ മൂന്നാം വിജയവുമായി 2020 ലോകകപ്പിന്റെ സൂപ്പർ 8 ഉറച്ച് ടീം ഇന്ത്യ. യുഎസിനെതിരെ 7 വിക്കറ്റ് വിജയമാണ് ഇന്ത്യ നേടിയത്. തുടക്കത്തിൽ തന്നെ വിരാട് കോഹ്ലിയെയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും നഷ്ടമായെങ്കിലും കരുതലോടെ ബാറ്റ് വീശി ഇന്ത്യൻ ബാറ്റ്സ്മാൻ വിജയമുറപ്പിച്ചു. ജയത്തോടെ എ ഗ്രൂപ്പിൽ 6 പോയിന്റുമായാണ് ഇന്ത്യയുടെ കുതിപ്പുണ്ടായിരുന്നത്. ഇനി കാനഡയ്ക്കെതിരെയായിരിക്കും ഇന്ത്യക്ക് മത്സരമുണ്ടാവുക. US ഉയർത്തിയ 111 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് 3 വിക്കറ്റ് നഷ്ടത്തിൽ 7 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഇന്ത്യ എത്തിയത്. സൂര്യകുമാർ യാദവും ശിവം ദുബായിയും പുറത്താകാതെ നിന്നു. 20 പന്തുകൾ നേരിട്ട് ഋഷാദ് പന്ത് 18 റൺസ് എടുത്തു പുറത്തായി. 18.2 ഓവറുകളിലാണ് ഇന്ത്യ വിജയ റൺസ് കുതിച്ചത്. തോറ്റെങ്കിലും അടുത്ത മത്സരത്തിൽ ജയിക്കാനായാൽ USനും സൂപ്പർ 8-ൽ എത്താം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ US 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 110 റൺസ്. ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് ബോളിംഗ് തിരഞ്ഞെടുക്കാനുള്ള നായകൻ രോഹിത് ശർമ്മയുടെ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് അർഷ്ദീപ് സിംഗ് പുറത്തെടുത്തത്. സിറാജും മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ US ബാറ്റ്സ്മാൻമാർ ആദ്യ ബൗണ്ടറിയിൽ നേടാനായത് 4-ാം ഓവറിൽ അവസാന പന്തിൽ മാത്രം. പവർ പ്ലേയിൽ USന് നേടാനായത് 2 വിക്കറ്റ് നഷ്ടത്തിൽ 18 റൺസ് മാത്രം. US നായകനും ഓപ്പണിംഗ് ബാറ്റ്സ്മാനുമായ മോനക് പട്ടേലിന്റെ അഭാവം US ബാറ്റിംഗ് നിരയെ സാരമായി തന്നെ ബാധിച്ചു. തുടക്കത്തിൽ വലിയ തകർച്ചയിലേക്ക് പോയ US ഇന്നിംഗ്സിനെ മധ്യ ഓവറുകളിൽ സ്റ്റീവൻ ടെയ്ലറും നിതീഷ് കുമാറും നടത്തിയ ഭേദപ്പെട്ട പ്രകടനമാണ് 100 കടക്കാൻ സഹായിച്ചത്. 4 ഓവറിൽ 9 റൺസിന് 4 വിക്കറ്റ്. കരിയറിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനവുമായി US ബാറ്റ്സ്മാൻമാരെ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി കൂടാരം കയറ്റിയ അർഷ്ദീപ് ഒരു വശത്ത്, മറുവശത്ത് ഒരു മെയിൻറ്റൻ ഉൾപ്പെടെയുള്ള 4 ഓവറുകളിൽ നിന്ന് 14 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ സ്വന്തമാക്കി ഹർഷ്ദീപ് പാണ്ഡെ. ഈ 2020 ലോകകപ്പിൽ ഇന്ത്യൻ ബോളിംഗ് കരുത്ത് ബുംറയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇരുവരുടെയും പ്രകടനം. ഈ പ്രകടനങ്ങളോടെ ഇരുവരുടെയും ഈ ലോകകപ്പിലെ ആകെ വിക്കറ്റ് നേട്ടം 7ആയി. കഴിഞ്ഞ 2 മത്സരങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ നിർണായക വിക്കറ്റുകൾ സ്വന്തമാക്കുകയും റൺസ് വിട്ടുകൊടുക്കാൻ പിശുക്കുകാട്ടുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ വിജയം സമ്മാനിച്ച ബുംറയ്ക്ക് USന് എതിരായ മത്സരത്തിൽ ശോഭിക്കാനായില്ല. 4 ഓവറുകളിൽ നിന്ന് വിക്കറ്റ് നേടാൻ സാധിക്കാതെ പോയ ബുംറ 25 റൺസ് വിട്ടു നൽകുകയും ചെയ്തു. USന് 5 റൺസ് പിഴച്ചതോടെ അതും ഇന്ത്യയുടെ അക്കൗണ്ടിലെത്തി. 16-ാം ഓവറിലാണ് സംഭവം. 2 ഓവറുകൾക്കിടയിൽ 60 സെക്കൻഡിൽ സമയപരിധി 3 തവണ US ലംഘിച്ചതോടെയാണ് ഇന്ത്യക്ക് 5 റൺസ് ലഭിച്ചത്. പുതുതായി നടപ്പിലാക്കിയ ചട്ടമാണിത്. എക്സ്ട്രാസിലാണ് ഈ റൺസ് പെടുത്തുക.